ഹലോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് ടൈലറിങ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ് ക്രോസ് പീസ് എങ്ങനെ കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നോർമലി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു എൻഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കും. അതായത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കും, അതിന് ശേഷം ഇതുപോലെ നിവർത്തി കഴിയുന്ന സമയത്ത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്, അതായത് കോൺ ടു കോൺ ചേർത്ത് ജോയിൻ്റ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ടിപ്പാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസ് ജോയിൻ ചെയ്തെടുക്കുന്നതിന് പകരം നമ്മൾ ഇപ്പം കാണിക്കുന്ന ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ നീളം കൂടിയ രീതിയിലത്തെ ക്രോസ് പീസ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ചെറിയൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രോസ് പീസ് ഇനി കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയും വരുന്നൊരു തുണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നീളം വരുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയും വരുന്ന ഈ ഒരു ബ്ലാക്ക് കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോണിന്ന് കോണിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഡയഗണലായിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നീളം വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് സാമ്പിളാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഒരു ഡയഗണലിലൂടെ ക്രോസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ക്രോസ് പീസ് നമ്മൾ ചുരിദാറിനായിക്കോട്ടെ, ഫ്രോക്കിനായിക്കോട്ടെ, നൈറ്റിക്കായിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് ക്രോസ് പീസ് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് ഇതുപോലെ നേരെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതായത് ജസ്റ്റ് ഈ ഒരു കൊടി പോലത്തെ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ രണ്ട് കോണ് കറക്റ്റാക്കി വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മളവിടെ ചെറിയൊരു ചവിട്ട് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നീളത്തിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇത്ര വീതി മതി, ചെറിയൊരു ചവിട്ട് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കോണോട് കോൺ കറക്റ്റായിട്ട് വെക്കണം. എന്നാൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ അമർത്തുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. അതിനുശേഷം ഈ രണ്ട് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു രണ്ട് സൈഡിലേക്ക് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നഖം കൊണ്ട് നല്ലപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് സൈഡിലേക്ക് നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് എത്ര വീതിക്കാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കുറച്ച് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചെടുക്കുക. നമ്മളിവിടെ 2 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതിയാണോ വേണ്ടത്, അതായത് നിങ്ങൾ ക്രോസ് പീസിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് വന്ന് ഈ ചെറിയൊരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ടൈലറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്തൊക്കെ, അതായത് പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നീളം കൂടിയ ഇതുപോലത്തെ ക്രോസ് പീസുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണിത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് പകരം വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നീളത്തിലുള്ള ക്രോസ് പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്കിത് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഈ ക്രോസ് വരുന്ന ഭാഗമാണ്, ഈ രണ്ട് ഭാഗമാണ് നമുക്ക് ക്രോസ് വരുന്നത്. ഈ ഒരു കോണ് കണ്ടോ, ഈ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് വരുന്ന ഭാഗം കണ്ടോ, ഇതാണ് നമ്മൾ സ്റ്റിച്ച് വരുന്ന ലൈന്, സ്റ്റിച്ചിൻ്റെ കോർണർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് വരുന്ന ഭാഗം ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ലൈനിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സൈഡും കറക്റ്റ് ആ കോണ് കറക്റ്റാക്കിയിട്ടൊന്ന് ഇതുപോലെ വെക്കുക. കണ്ടോ, നമ്മുടെ ആ ലൈന് കറക്റ്റാക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലൈന് ഒരുപോലെ കിട്ടും. അതിനുശേഷം ഇതുപോലെ രണ്ട് സൈഡിലേക്കും കോണ് പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം കണ്ടോ, ഇതുപോലത്തെ ഒരു രീതിയിൽ വരും. അതായത് നമ്മുടെ ലൈൻസ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വരും. അതായത് നമ്മുടെ ഫസ്റ്റ് ലൈന് നമ്മുടെ ആ കോണിലേക്ക് വന്നിട്ടുണ്ട്.
അതിനുശേഷം രണ്ടാമത്തെ ലൈൻ മൂന്നാമത്തായിട്ടും അങ്ങനെ ഈ ഒരു ജോയിൻ്റ് അവിടെ നമുക്ക് കിട്ടും. വേണം ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ടൊന്ന് മടക്കുക, ഒരു കോണ് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രോസ് പീസിൻ്റെ രണ്ടാമത്തെ എൻഡ് ഇതുപോലെ ഒന്ന് തിരിച്ച് മടക്കി കൊടുക്കുക. ഉണ്ടോ, ഇതുപോലെ നമ്മുടെ ലൈനെല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ അതിനുശേഷം ഈ രണ്ട് കോണ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓരോ ലൈനും അടുത്ത ലൈനുമായിട്ട് കറക്റ്റ് ജോയിൻ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ കോണ് പുറത്തോട്ടേക്ക് രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഈ കറക്റ്റായിട്ട് വരുന്ന ജോയിൻ്റ് ആ ലൈന് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് ആ ഒരു ലൈനിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നിൽക്കണം. ഈ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലൈന് മാറിപ്പോകരുത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിന് ശേഷം ആ ഒരു ലൈനിലൂടെ ഒന്ന് എൻഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈന് മാറിപ്പോകരുത്. കറക്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു ലൈന് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ടൈലറിങ് സംബന്ധമായ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഒരു ജോയിൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് നമ്മൾ അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് തയ്യൽ തുമ്പ് നേരത്തെ ചെയ്ത പോലെ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫിംഗർ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്താലും മതി. നമ്മുടെ ആ രണ്ട് സൈഡിൽ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഉണ്ടോ, ഇതുപോലെ റൗണ്ടായിട്ട് ഒരു പൈപ്പ് പോലത്തെ ഒരു തുണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോണുണ്ടല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങിയ ഈ ഒരു കോണുണ്ടല്ലോ, അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൈന് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സർക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പൈറൽ പോലെയാണ് നമ്മുടെ ഈ ഒരു ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലൈനിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫുള്ളായിട്ട് നമുക്ക് ആ ലൈനിലൂടെ തന്നെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒരുപോലെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര നീളം കൂടിയതാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോയിൻറ്റ് വെച്ച് ക്രോസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ വലിയ രീതിയിലുള്ള നീളത്തിലുള്ള ക്രോസ് പീസ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇതുപോലെ വളരെ നീളത്തിലുള്ള ക്രോസ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ജോയിൻറ്റ് മിസ്റ്റേക്കോ അല്ല ഒരു യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് ആ കറക്റ്റ് വിടുത്തിന് നിങ്ങൾക്ക് എത്ര നീളം കൂടിയ ക്രോസ് പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.